സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കുഞ്ഞോ സാമേ, ഇത് നിന്റെ ചേച്ചിയുടെ ഈ എന്റെ കുഞ്ഞാ. കുഞ്ഞാറ്റാ, എന്റെ മോളെയാണോ നീ ഈ കുഞ്ഞെന്നൊക്കെ പറയുന്നത്? ഇവൾ ഈ ഭിത്തിയാകെ കുത്തിവരച്ച് വൃത്തികേടാക്കി. പോട്ടെ, എന്തായാലും ഇതൊക്കെ പെയിന്റ് ചെയ്യാനുള്ളതല്ലേ. എന്താ സമയം? ഒന്നുമില്ല, ചേച്ചി കിടന്നു. കുഞ്ഞാറ്റേ, ഉറങ്ങാറായില്ലേ? നമുക്ക് കിടന്നാലോ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്. 1-2 ദിവസമായിട്ടുള്ള അലച്ചിലല്ലേ. ബാ കിടക്കാം. വാ കിടക്ക്, വാ കിടക്ക്. ഒരേക്കോട്ടോ. അതെ, എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് കടന്നേ. ഇച്ചായന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആനി ചേച്ചി ഒന്ന് വിളിച്ചു ചോദിക്കും. നിങ്ങൾ എനിക്ക് എന്റെ കുഞ്ഞിനെ മടക്കി തരില്ല അല്ലേ സാമുവലെ? തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആനി. അല്പം സാവകാശമല്ലേ ചോദിച്ചോളൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഏഞ്ചൽ മോള് ഇവിടുത്തെ ചുവരിൽ ഒരു പടം വരച്ചിട്ടിരിക്കുന്നു. എന്ത് പടം? ഒരു ഗർഭസ്ഥ ശിശുവിന്റെ പടം. ആ കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു കുരുക്ക് മുറുകിയിരിക്കുന്നത് പോലെ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എനിക്കും അറിയില്ല സാമുവലെ. അതിനൊരു അർത്ഥം ഉണ്ടെന്നേ അറിയൂ. അതെ, അതാ ഞാനും ചോദിച്ചത്. ഏഞ്ചൽ മോള് വരയ്ക്കുന്ന ഓരോ ചിത്രവും ഓരോ സൂചനകളായിരുന്നല്ലോ. എവിടെ ഒരു കുഞ്ഞ് അപകടത്തില, അതിനെ രക്ഷിക്കാനുള്ള ദൗത്യം മാതാവ് അവളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രാത്രി എങ്ങനെ? രക്ഷിക്കാൻ മാതാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയും മാതാവ് തന്നെ കാട്ടിത്തരും. ശരിയാനി, ഞാൻ വിളിക്കാം. എന്റെ മാതാവേ, ആ കുഞ്ഞിനെ കാത്തോളേ. ഊരും പേരും അറിയാത്തൊരു കുഞ്ഞ്, അതും ഗർഭത്തിലുള്ളത്. എങ്ങനെ രക്ഷിക്കുമെന്ന? മാതാവ് വഴി കാട്ടുമെന്നല്ലേ പറഞ്ഞത്. നമുക്കും അത് തന്നെ വിശ്വസിക്കാം. സാമങ്ങളെ
എങ്ങനെ ഇറങ്ങി വന്നു മോളെ? അമ്മ ഉറങ്ങി. സേമങ്ങളെ, നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടേക്കാ മോളെ? അതറിയില്ല, മാതാവ് പറഞ്ഞിട്ടാ. വഴി എങ്ങനെ കണ്ടുപിടിക്കും? വഴി മാതാവ് കാട്ടിത്തരും. പോവാം. എന്തുപറ്റി? വിളിച്ചിട്ട് എനക്കില്ലേ ചേ, ശരീരമൊക്കെ ആകെ തണുത്തിരിക്കുവോ. ഓരോ പിണക്കുണ്ടാകുമ്പോഴും എന്നെ തളർത്താനും വീഴ്ത്താനും വേണ്ടി ഇവള് പ്രയോഗിക്കുന്ന സ്ഥിരം നമ്പറായത്. കുറെ സമയം കഴിയുമ്പോ തനിയെ എഴുന്നേറ്റ് പോയിക്കോളും. ഇനി ഇതൊന്നും സോളമന്റെ അടുത്ത് ഫലിക്കില്ല എന്ന് എഴുന്നേക്കുമ്പോ ഒന്ന് അറിയിച്ചേരെ. എന്റെ ഏഞ്ചൽ മോളുടെ കഴുത്തിൽ കുരുക്കിടാൻ ഒരുങ്ങിയവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഇതങ്ങനെയല്ല ഇച്ചയ. ശരിക്കും എന്താന്ന് വെച്ചാ ഇച്ചയ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. ഞാനൊരു നേഴ്സല്ലേ. ഏത് നേഴ്സിനെയും ഡോക്ടറെയും കബളിപ്പിക്കാനുള്ള ജാലവിദ്യയൊക്കെ അവളുടെ കയ്യിലുണ്ട്. പിന്നെ കരിങ്കല്ലുകൊണ്ട് ഹൃദയം ഉണ്ടാക്കിയ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് പേടിക്കാൻ വേണ്ട. രസപോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. കണ്ണു തുറക്ക, കണ്ണു തുറക്ക. നോക്ക, എഴുന്നേക്ക. എന്താടി, എന്താ പ്രശ്നം? ഇച്ചയ്യ, എഴുത്തിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഇച്ചയ്യ ഉടനെ? ഈ പാതിരാത്രിക്ക്? ഇവിടെ രാത്രിയെന്നോ പകലെന്നോ നോക്കിയിട്ട് കാര്യമില്ല. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ അപകടമാ. എനിക്ക് വയ്യ ഈ രാത്രിയിലൊന്ന് വണ്ടി എടുക്കാൻ. രാവിലെ എങ്ങാനും നോക്കാം. ഇച്ചാനും വയ്യല്ലേ? ആർക്ക് വയ്യെങ്കിലും വേണ്ടില്ല, ഞാൻ എത്തിച്ചിരിക്കും. ഹെൽസെടുത്തിയ ഹോസ്പിറ്റലില് നിറവയറുമായിട്ട് കഴിയുന്ന പെണ്ണാ. ഒരു പെണ്ണിന്റെ വിഷമം മറ്റൊരു പെണ്ണിനെ അറിയും. അമ്പനയുടെ വീട്ടിലെ ചോരയാ ഹെൽസെടുത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഞരമ്പിലൂടെ ഓടുന്നത്. ഹെൽസെടുത്തിയ തോളിൽ ചുമന്നാണെങ്കിൽ ഈ രാത്രി തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കും. ഹെൽസെടുത്തി, ഹെൽസെടുത്തി. എൽസി ഒരു ദുഷ്ടയാണെങ്കിലും ഇത്രയൊന്നും വേണ്ടായിരുന്നു അല്ലേ അച്ചോ? ഒരു കണക്കിന് അവൾക്ക് അത് തന്നെ കിട്ടണം. നമ്മുടെ മാലാക്കുഞ്ഞിനെ കൊല്ലാൻ വരെ നോക്കിയതല്ലേ അല്ലേ അച്ചോ? ഈ അച്ഛങ്ങനെ വായം പൊട്ടി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. എല്ലാം നീ തന്നെ പറയുന്നു, പിന്നെ ഞാൻ എന്തോ പറയാനാ? അച്ഛനൊന്ന് തീർത്ത് പറ. തീർപ്പുണ്ടാക്കേണ്ടത് ഞാനല്ലല്ലോ, മാതാവല്ലേ. എന്നാ മാതാവിനോടൊരു തീർപ്പുണ്ടാക്കാൻ പറ അച്ചോ. മാതാവ് തീർപ്പുണ്ടാക്കി കഴിഞ്ഞു. അതെന്താന്നാ ഞാൻ ചോദിച്ചത്. അതെന്തായാലും എൽസയ്ക്ക് ദ്രോഹം ചെയ്യുന്നതാവില്ല. മനസ്സിലായില്ല? ഈ മാതാവെന്ന വാക്കിന്റെ അർത്ഥം എന്താ? അമ്മ. അത്രയൊക്കെ എനിക്കും അറിയാം. ഒരമ്മ മറ്റൊരമ്മയ്ക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. എൽസയും ഇപ്പോ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന അമ്മയാ. അപ്പോ എൽസയുടെ സുഖപ്രസവം നടക്കും അല്ലേ അച്ചോ? അത് അത്ര സുഖകരമായിരിക്കില്ല. സുഖകരമാകണമെന്നുണ്ടെങ്കിൽ മാതാവ് ഇടപെടുക തന്നെ വേണം.
ഡോക്ടർ, എന്താ ഡോക്ടർ? ഡ്യൂട്ടി ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയുമെന്ന് പറഞ്ഞേ. ബോധം പോകുന്നതിന് മുമ്പ് ഉദ്ദേശം എത്ര മണിക്കാ നിങ്ങൾ പേഷ്യന്റിനെ കാണുന്നത്? ഒരു 9 മണിയായിട്ടുണ്ടാവും. പിന്നീട് ഏകദേശം ഒരു 11 മണി. അതായത് ഏകദേശം 2 മണിക്കൂറോളം പേഷ്യന്റ് അൺഅറ്റൻഡഡ് ആയിരുന്നു. സി, ടെസ്സിയുടെ ചേച്ചിക്ക് സംഭവിച്ചിരിക്കുന്നത് കോമയ്ക്ക് സമാനമായ ഒരു അവസ്ഥയാണ്. ഒരു നഴ്സായ ടെസ്സിക്ക് ഞാനത് കൂടുതൽ വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. മസ്തിഷ്കം മാത്രം ഉണർന്നിരിക്കുകയും ശരീരം മൃതമായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ടെസ്സിക്ക് മനസ്സിലായല്ലോ അല്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയില്ല. സാധാരണഗതിയിൽ ആക്സിഡന്റുകളിലും ശക്തമായി മസ്തിഷ്കത്തിൽ ആഘാതമേൽക്കുമ്പോഴുമാണ് ഇത് സംഭവിക്കുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറച്ചു സമയം ഇല്ലാതായാലും പേഷ്യന്റ് കോമയിലേക്ക് വീഴാം. ഡോക്ടർ, പേര് സൂചിപ്പിക്കുന്ന പോലെ കോമ ഒരു പൂർണ്ണ വിരാമമല്ല. അതിനുശേഷം ജീവിതത്തിനൊരു തുടക്കമുണ്ടായെന്ന് വരാം. ഒരാഴ്ച കഴിഞ്ഞും 1 മാസം കഴിഞ്ഞും 1 വർഷം കഴിഞ്ഞും ജീവിതത്തിലേക്ക് മടങ്ങി വന്നവരുണ്ട്. ഒരിക്കലും ഉണരാതെ കടന്നുപോയവരുണ്ട്. ഡോക്ടർ, അത് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഡെലിവറി ടൈം അടുക്കാറായിട്ടുണ്ട്. പക്ഷേ നോർമലായൊരു പ്രസവത്തിന് ഇവിടെ സാധ്യതയില്ല. കുട്ടിയെ ജീവനോടെ കിട്ടണമെങ്കിൽ സിസേറിയൻ തന്നെ വേണ്ടിവരും. പക്ഷേ അപ്പോ അമ്മയുടെ ജീവൻ... ഡോക്ടർ എന്തായി പറയുന്നത്? അതെ ടെസ്സ, വി ഹാവ് ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. അമ്മയുടെ ജീവന് വേണ്ടി വാശി പിടിച്ച കുട്ടിയെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. കുട്ടിക്ക് വേണ്ടി വാശി പിടിച്ച ഒരുപക്ഷെ അമ്മയെ 2-ൽ ഒരാളെ നമുക്ക് കിട്ടും. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുട്ടി. ഹലോ, ഇവിടെന്താ മോളെ? ഇവിടെ എന്റെ അനിയത്തി, അവള് മരിച്ചോണ്ടിരിക്കുക. മോളുടെ അനിയത്തിയോ? എന്റെ സാറാമ്മച്ചിയുടെ ചേട്ടൻ സോളമനങ്ങളുടെ മോള്. അവൾക്ക് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക. അവൾക്ക് എന്താ അസുഖം? അവൾക്കല്ല അസുഖം, അവളുടെ അമ്മയ്ക്കാ, എന്റെ എൽസാൻഡിക്ക്. എന്താ മോളെ നീ പറയുന്നതൊക്കെ? അവൾ ഇതുവരെ ജനിച്ചിട്ടില്ല ആന്റി. കുഞ്ഞുവാവയായിട്ട് അമ്മയുടെ വയറ്റിനുള്ളിൽ കിടക്കുക. ആന്റിക്കാണെങ്കിൽ ബോധമില്ല. ബോധം തെളിഞ്ഞില്ലെങ്കിൽ അവള് മരിച്ചു പോവും. മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? എനിക്ക് മാതാവ് കാണിച്ചു തന്നതാ. മോള് പറഞ്ഞ സത്യം തന്നെയാവും. എന്താ മോളുടെ ആന്റിയുടെ പേര്? എൽസാൻഡി. എക്സ്ക്യൂസ് മീ, എൽസ എന്ന് പറഞ്ഞൊരാള് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സർ? ഗൈനക്കോളജി. ഗൈനക്കോളജിയിൽ അങ്ങനെ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടില്ല സർ. Are you sure?
ഉറപ്പാണ് സർ. അഡ്മിഷൻസ് അപ്പോ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. താങ്ക് യു. നമുക്ക് പോവാം മോളെ. ഈ ഹോസ്പിറ്റലിൽ മോളുടെ ആന്റി അഡ്മിറ്റ് ആയിട്ടില്ല. അല്ല സാമങ്കളെ, ഉറപ്പായിട്ട് ഇവിടെ തന്നെയാ. അവര് നോക്കിയിട്ടല്ലേ പറഞ്ഞത്. നമുക്ക് മോളുടെ ആന്റിയെ തന്നെ വിളിച്ച് അന്വേഷിക്കാം. അതിന് ആന്റിക്ക് ഇപ്പൊ ബോധമില്ല അങ്കിളെ. എന്നാ മോളുടെ അങ്കിളിനെ വിളിച്ച് അന്വേഷിക്കാം. അങ്കിളെ, ഓരോ നിമിഷം അവള് മരിച്ചോണ്ടിരിക്കുക. അവള് ആശുപത്രിയിൽ തന്നെയുണ്ട്. നമുക്ക് നോക്കാം. വാ. സർ, വൺ മിസ്സസ് എൽസ സോളമൻ ആണോ? അതെ. അത് ഗൈനക്കോളജിയിലല്ല, ജനറൽ മെഡിസിനാണ്. ക്രിട്ടിക്കൽ കെയർ ICUലാണ്. കണ്ടില്ലേ, മാതാവ് കള്ളം പറയില്ല. സി മിസ്റ്റർ സോളമൻ, ദൈവം വിചാരിച്ചാൽ പോലും മാറ്റാനാകാത്ത ചില തീരുമാനങ്ങളുണ്ട്. എൽസയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരിക അസാധ്യമാണ്. സാധാരണ ഒരു കോമ പേഷ്യന്റ് അല്ല എൽസ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. നിറവയറോടെയാണ് കോമയിലേക്ക് വീണിരിക്കുന്നത്. നോർമൽ ഡെലിവറി സാധ്യമല്ലാത്തത് കൊണ്ട് കുട്ടിയെ അബോർട്ട് ചെയ്ത് പുറത്തെടുത്തേ പറ്റൂ. കുട്ടിയെങ്കിലും രക്ഷിക്കാമെന്നൊരു സാധ്യതയുണ്ട്. അബോർട്ട് ചെയ്തില്ലെങ്കിലും വയറിനുള്ളിൽ ഒരു ഡെഡ് ബേബിയുമായി എൽസയ്ക്ക് ജീവിതം തുടരാനാവില്ല. അബോർഷനിടെ എൽസയെ ചിലപ്പോ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ഈ അവസ്ഥയിൽ ചോദിക്കുന്നത് ക്രൂരമാണെന്ന് അറിയാം. പക്ഷേ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചോദിക്കുക. മെഡിക്കലി ഷീസ് ഡെഡ്. ഹാർട്ട് ബീറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ വർഷങ്ങളോളം കിടന്നേക്കാം. സോളമ്മ വിചാരിച്ച എൽസയുടെ നഷ്ടപ്പെടുന്ന ഒരു ജീവന് പകരം ജീവിതം കൊതിക്കുന്ന 5 ആൾക്കാർക്ക് പുതിയ ജീവിതം കൊടുക്കാനാകും. ഐ മീൻ, എൽസയുടെ കണ്ണുകൾ മറ്റൊരാൾക്ക് വെളിച്ചം പകരും. എൽസയുടെ ഹൃദയം മറ്റൊരാളിൽ സ്പന്ദിക്കും. ബ്രെയിൻ ഡെഡായ ഒരാളുടെ 5 ഓർഗൻസ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയും. സോളമന്റെ അഭിപ്രായം എന്തായാലും തുറന്നു പറയേണ്ട സമയമാണിത്. ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് ഡോക്ടറെ, മാതാവിനെ കൈവിടില്ല. കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ എനിക്കെന്റെ എൽസയും കുഞ്ഞിനെയും മടക്കി കിട്ടും. ടെസാൻഡി, ഏഞ്ചൽ മോളെ, ആന്റി, മോളെ, എൽസ ആന്റി. അവൾക്ക് എല്ലാം അറിയാം. മാതാവ് മനക്കണ്ണിൽ കാട്ടിയതുപോലെ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ ഇവള് ഞങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഇത് സാമങ്കിള്, ഇത് നാൻസി ആന്റി. ഞാൻ ജോൺസന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. ഇതെന്റെ വൈഫ്. വിശദമായ പരിചയപ്പെടലൊക്കെ പിന്നെ ആവാം. തൽക്കാലം എൽസയെ ഒന്ന് കാണാൻ പെർമിഷൻ വേണം. സോളമനങ്ങളെ, എൽസന്റെ കുഞ്ഞോവേ, വിഷമിക്കണ്ടോ സോളമനങ്ങളെ, മാതാവ് എല്ലാം ശരിയാക്കും. ഞാനും ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആള് തന്നെയാ. പക്ഷേ അദ്ദേഹം നേരിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ഇത്രയും വലിയ ഹോസ്പിറ്റലുകൾ മനുഷ്യർ കെട്ടിപ്പൊക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊന്നും വൈദ്യശാസ്ത്രം പഠിക്കണ്ട. എൽസയെ കാണാൻ ഏഞ്ചൽ മോളെ ഒന്ന് അനുവദിച്ചുകൂടെ ഡോക്ടർ? പെർമിഷൻ തരുന്നതില് എനിക്ക് ഒരു വിരോധവും ഇല്ല. കോമയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റാ. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല.
ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെയൊക്കെ ഈ അമിത ആവേശവും അത്യുത്സാഹവും കാണുമ്പോ തികഞ്ഞ പരിഹാസം തോന്നുന്നുണ്ട് എനിക്ക്. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഈ ചെറിയ കുട്ടിയിലൂടെ വൈദ്യശാസ്ത്രത്തിനു മീതെ മാതാവ് എന്ത് അത്ഭുതമാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ. എന്റെ മാതാവേ, കുഞ്ഞാറ്റെ, 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 കുഞ്ഞാറ്റെ.